ഇവിടെ ഒരു അമ്മുമ്മ തൻ്റെ സംസാരിക്കാൻ കഴിവുള്ള കഴുതയെ വിൽക്കാൻ വേണ്ടി ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ആ കഴുത കൊട്ടാരത്തിൽ വന്ന ഉടനെ തന്നെ അവിടെയുള്ളവരുടെ അടുത്ത് വിൽക്കുമെന്ന് മനസ്സിലാക്കിയ സോൾജേഴ്സിന്റെ മുന്നിൽ കഴുത സംസാരിക്കുന്നില്ല. അപ്പോൾ അടുത്തിരുന്ന ഒരു ഫയറി കൈ തട്ടി കഴുതയുടെ മുകളിൽ വീണു. ഉടനെ കഴുത വായുവിലൂടെ പറക്കാൻ തുടങ്ങി. ഓ, എനിക്ക് പറക്കുന്ന ശക്തി ഉണ്ടോ എന്ന് കഴുത പറഞ്ഞപ്പോൾ സോൾജേഴ്സ് എല്ലാവരും നീ അപ്പോൾ സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നു. ആണടാ, ഞാൻ സംസാരിക്കും, ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്ക് എന്ന് പറന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കഴുതയുടെ പറക്കുന്ന കഴിവ് നഷ്ടപ്പെട്ട് താഴെ വീഴുന്നു. അടുത്ത സെക്കൻഡിൽ സോൾജേഴ്സ് എല്ലാവരും കഴുതയെ പിടിക്കാൻ ശ്രമിക്കുന്നു. കഴുത ഓടിപ്പോകുമ്പോൾ എന്തോ ഒരെണ്ണത്തിൽ ചെന്ന് ഇടിച്ച് താഴെ വീഴുന്നു. ആരാന്ന് നോക്കിയപ്പോൾ പച്ച കളറിൽ ഷ്രെക്ക് എന്ന് പറയുന്ന ഒരു ഭൂതം നിൽക്കുന്നു. ഇത് കണ്ട സോൾജേഴ്സ് എല്ലാവരും പേടിച്ചോടുന്നു. കഴുതയെ ആ ഭൂതം രക്ഷിച്ചത് കൊണ്ട് കഴുത ആ ഭൂതമായിട്ട് ഫ്രണ്ടായിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ 2 പേരും ചേർന്ന് കാട്ടിലിരിക്കുന്ന ഷ്രെക്കിന്റെ വീട്ടിൽ പോകുന്നു. അകത്തു പോയാൽ 2 എലികളുണ്ട്. നിങ്ങളെ ആരാ എൻ്റെ വീട്ടിൽ കയറ്റിയതെന്ന് പറഞ്ഞ് പുറത്തു നോക്കിയപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിലുള്ളവർ വന്ന് നിൽക്കുന്നു. അവരുടെ അടുത്ത് പോയി നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ നാട്ടിലെ രാജാവ് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയുന്നു. അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും പറയുന്നു. ഇത് കേട്ട ഷ്രെക്ക് നിങ്ങളുടെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഷ്രെക്ക് കഴുതയും കൂട്ടി ആ രാജാവിനെ കാണാൻ പോകുന്നു. അവിടെ പോയപ്പോൾ ആ നാട്ടിലെ രാജാവ് സോൾജേഴ്സിന്റെ അടുത്ത് ഈ പച്ച ഭൂതത്തെ ആര് കൊല്ലുന്നോ അവർക്കാണ് ചാമ്പ്യൻ കിരീടം കിട്ടുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ ഷ്രെക്കിന്റെ അടുത്ത് മത്സരത്തിന് വരുന്നു. പക്ഷെ ഷ്രെക്ക് എല്ലാ സോൾജേഴ്സിനെയും ഇടിച്ച് പഞ്ചറാക്കുന്നു. ഇത് കണ്ട രാജാവ് പേടിച്ച് ഷ്രെക്കിനെ ചാമ്പ്യനാക്കുന്നു. പക്ഷെ ഷ്രെക്കിന് ഇതൊന്നും വേണ്ട, ആ ജനങ്ങളെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കണം, അതിന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അതിന് രാജാവ് നീ പറയുന്നത് ഞാൻ കേൾക്കാം, പക്ഷെ അതിന് പകരം നീ മായാജാല കോട്ടയ്ക്കകത്ത് പോയി റാണിയെ വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പോകാമെന്ന് ഷ്രെക്ക് അതിന് സമ്മതിക്കുന്നു. നമ്മുടെ കഴുതയും ഷ്രെക്കും ഒരുമിച്ച് ആ കോട്ടയിലോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അകത്ത് ഒരു വലിയ ഡ്രാഗൺ ഉണ്ട്. അത് നമ്മുടെ കഴുതയെ ഓടിപ്പിക്കുന്നു. അപ്പോൾ ഷ്രെക്ക് പോയി അതിൻ്റെ വാലിൽ പിടിക്കുന്നു. ഡ്രാഗൺ അതിൻ്റെ വാല് കൊണ്ട് ഷ്രെക്കിനെ വീശി എറിയുന്നു. ആ ഫോഴ്സിൽ ഷ്രെക്ക് ചെന്ന് റാണിയുള്ള മുറിയുടെ ഭിത്തി പൊട്ടിച്ച് മുറിയിലകത്ത് ചെന്ന് വീഴുന്നു. അവിടെ കഴുത മാത്രം ഡ്രാഗന്റെ അടുത്ത് കുടുങ്ങുന്നു. കഴുതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഡ്രാഗന്റെ അടുത്ത് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നു. അത് കേട്ട ഡ്രാഗൺ ഇംപ്രസ് ആകുന്നു, കാരണം അതൊരു പെൺ ഡ്രാഗൺ ആയിരുന്നു. ഉടനെ കഴുതയെ പൊക്കിക്കൊണ്ട് പോയി റൊമാൻസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഷ്രെക്ക് റാണിയെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നു. വന്ന ഉടനെ ഒരു ചങ്ങല ഉണ്ട്, അതെടുത്ത് ഡ്രാഗന്റെ കഴുത്തിൽ കുരുക്കിയിടുന്നു. എന്നിട്ട് കഴുതയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആ ഡ്രാഗൺ നല്ല ദേഷ്യത്തോടെ ഇവരെ ഫോളോ ചെയ്യുന്നു. ഇവരും പേടിച്ച് ആ കോട്ടയിൽ നിന്ന് പുറത്തോട്ട് ഓടി വരുന്നു. അവസാനം ആ ഡ്രാഗൺ പറന്നു വരാൻ നോക്കിയപ്പോൾ അതിൻ്റെ കഴുത്തിൽ കുടുങ്ങിയ ചങ്ങല കൊണ്ട് അതിന് പുറത്തു വരാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഷ്രെക്ക് റാണിയെയും കഴുതയെയും രക്ഷപ്പെടുത്തി പുറത്തു വരുന്നു.